കേസ് രജിസ്റ്റർ ആയിരുന്നെങ്കിൽ മീഡിയ അറിഞ്ഞേനെ. PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ഒരു ലേഡീസ് ഹോസ്റ്റലിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയെന്ന് നാട്ടുകാർ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഇവനെ മാത്രമല്ല, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ കമ്പനിയും തകർത്തേനെ. അല്ലെങ്കിലേ പ്രേമിക്കാൻ നടന്ന് ഇവൻ സ്വന്തം ഭാവി കളഞ്ഞ മട്ടാണ്. ഇനി പകരം വീട്ടാൻ നടന്ന് ജയിലിലും കൂടി കയറിയ പൂർത്തിയാകും. ഇതിനാണോടാ നിന്നെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത്? അങ്കിള് പേടിക്കണ്ട, കൈലാഷിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി കൈലാഷ് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എപ്പോഴും നിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കണമെന്ന് വാശി പിടിക്കരുത്. ഈ കാര്യത്തിൽ ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക്. കുറച്ചു നാളത്തേക്ക് നീ കമ്പനിയിലേക്ക് പോകണ്ട. പാർവതിയും ബാക്കിയുള്ളവരിൽ നിന്ന് നീ അകലം പാലിക്കേ. നിനക്കിഷ്ടമുള്ളതുപോലെ യാത്രകളും ഫോട്ടോഗ്രാഫിയുമായി നീ നടന്നോ. എല്ലാം മറന്ന് നിന്റെ മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ. ഡാഡി പറയുന്നത് ശരിയാ. ഇനി ആ ദ്രോഹികളുടെ നിഴല് പോലും നിന്റെ മീതെ വീഴരുത്. അവരിൽ നിന്നും ദൂരെ പോകുന്നത് തന്നെയാ നിനക്ക് നല്ലത്. നീ എങ്ങോട്ട് വേണോ യാത്ര ചെയ്തോ. എനിക്ക് നിന്നെ കാണാൻ തോന്നും. എന്നാലും സാരമില്ല, എല്ലാം മറന്ന് അമ്മയ്ക്ക് നിന്നെ പഴയ കൈലാഷായി തിരിച്ചു കിട്ടിയാ മതി. അങ്കിളും ആന്റിയും പറയുന്നത് നീ കേട്ടില്ലേ? ഒന്ന് സമ്മതിക്ക്. എനിക്ക് തീരെ വയ്യ, ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. കൈലാഷ് വൈകാതെ നോർമലാവും. അവനെ കുറച്ച് സമയം കൊടുത്താൽ മതി. കൈലാഷിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടാൻ കൈലാഷിന് എവിടുന്ന് ധൈര്യം കിട്ടുന്നത്? പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ രാത്രി അതിക്രമിച്ച് കയറി തല്ലിപ്പൊളിക്കുമെന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ കയ്യിലെ കാശിന്റെ അഹങ്കാരമാണ്. അവനെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ഉറപ്പാവനുണ്ട്. മാഡത്തിന്റെ കൺമുമ്പില് കൈലാഷ് ഇത്രയൊക്കെ തോന്നിയ ദിവസം കാണിച്ചിട്ടും മാഡം കൈയും കെട്ടി നോക്കി നിന്നു അല്ലേ? മാഡം എന്തുകൊണ്ട് കൈലാഷിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാത്തത്? മാഡത്തിനെ വിശ്വസിച്ച് രക്ഷിതാക്കൾ എങ്ങനെയാ ഹോസ്റ്റലിലേക്ക് മക്കളെ പറഞ്ഞയക്കുക? മാഡം വളരെ സ്ട്രിക്റ്റ് ആണെന്ന് പാറു എന്നോട് പറഞ്ഞിരുന്നു. കുട്ടികളുടെ അടുത്ത് കാണിക്കുന്ന ഈ ധൈര്യം അവനെ പോലെയുള്ള അലവലാദികളുടെ അടുത്ത് മാഡത്തിന് കാണിച്ചൂടെ? അവിടെയുള്ള പെൺകുട്ടികളുടെ സുരക്ഷിതത്വം എന്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ കൃത്യമായി പാലിക്കും. എന്നിട്ടാണോ ഇത്രയൊക്കെ സംഭവിച്ചത്? ഹോസ്റ്റലിൽ കയറി ഇത്രയും പരാക്രമം കാണിച്ച അവൻ പുറത്തെവിടെയെങ്കിലും വെച്ച് പാറുവിനെ ഉപദ്രവിക്കില്ല എന്ന് എന്തുറപ്പാ മാഡത്തിനുള്ളത്? അപ്പോഴും നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുവോ? ശോഭ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്? കൈലാഷ് അങ്ങനെ ഒരാളല്ല. ഞാനും ഇതുവരെ അങ്ങനെയൊക്കെ തന്നെ കരുതിയത്. പക്ഷേ ഇപ്പോഴല്ലേ അവന്റെ തനിനിറം പുറത്തു വന്നത്. ഹോസ്റ്റലിൽ വെച്ച് ഓരോ സാധനങ്ങളും അടിച്ച് നശിപ്പിച്ചപ്പോഴും എന്റെ മരുമകളെ മകനെയാണ് അവൻ സങ്കല്പിച്ചത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കൈയും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. പാറു ഇനി ആ ഹോസ്റ്റലിൽ താമസിക്കണ്ട. അവൻ ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾക്കല്ലേ കൈലാഷിനെതിരെ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ പാറുവിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൈലാഷിനെതിരെ വധശ്രമത്തിന് കേസ് കൊടുക്കും. ഈ നാട്ടില് നിയമം കോടതിയെല്ലാം വിലക്ക് വാങ്ങാമെന്ന് കരുതി അഹങ്കരിക്കുന്ന അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. പ്രിയ, നീ ഒരു ഓട്ടോ വിളിക്കേ. ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. അമ്മേ, ആദ്യം മാഡം എന്താ പറയാൻ വന്നെന്ന് ക്ഷമയോടെ കേൾക്ക്. എന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത്? ആവശ്യമില്ലാതെയാണോ ഞാൻ ദേഷ്യപ്പെടുന്നത്? ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരേണ്ടത് നിനക്കും ഇവൾക്കുമാണ്. നിങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. നീ എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. ഒരു 5 മിനിറ്റ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അതിനുശേഷം ശോഭ എന്ത് തീരുമാനം എടുക്കുവാണെങ്കിലും ഞാൻ തടുക്കില്ല. അതിന് മാത്രം എന്താ മാഡത്തിന് പറയാനുള്ളത്? കേക്കട്ടെ. ശോഭയുടെ ദേഷ്യത്തിന് ഒരു ന്യായമുണ്ട്. കൈലാഷ് ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. ആ വിഷയത്തിൽ ആർക്കും ഒരു തർക്കവും ഇല്ല. പക്ഷെ അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ
അവന്റെ നിയന്ത്രണം വിട്ട് എന്തൊക്കെയോ ചെയ്തു പോയി. പാറുവിനോട് തോന്നിയ ഇഷ്ടത്തിന്റെ പുറത്താ അവൻ ഇതെല്ലാം ചെയ്തു പോയത്.